പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം. 2024 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പലതരത്തിലുള്ള പദ്ധതികളും ആസൂത്രണങ്ങളും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ. അതിൻ്റെ ഭാഗമായി കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ ഗ്യാൻവാപി പള്ളിയിൽ ആരാധന നടത്താനുള്ള, പൂജ നടത്താനുള്ള അവകാശം നേടിയെടുത്തിരിക്കുകയാണ്. നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നീതി നിഷേധത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. (2024) തെരഞ്ഞെടുപ്പിൽ ഭരണമികവോ ഏതെങ്കിലും ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കിയതിൻ്റെ മേന്മയോ പറയാനില്ലാത്തതുകൊണ്ട് വർഗീയ കാർഡ് ഇറക്കുക എന്ന സ്ഥിരം നടപടിയുമായിട്ടാണ് BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്രം പണി തീരുന്നതിന് മുൻപ് തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും അതേപോലെ NRC, CAA എന്നിവ ഒരാഴ്ചക്കുള്ളിൽ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പെരുമ്പറയടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും വേണ്ടത്ര അങ്ങ് യേശുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് പുതിയ വർഗീയ കാർഡുകളുമായി രംഗത്ത് വരുന്നത്. ഇന്നലെ ഗ്യാൻവാപി മസ്ജിദ് അത് ആരാധനയ്ക്ക് വേണ്ടി, പൂജ ചെയ്യാൻ വേണ്ടി കോടതി ഹിന്ദുക്കൾക്ക് അനുവദിച്ചു കൊടുക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, നൂറ്റാണ്ടുകളായി ഒരു വിഭാഗം ആളുകൾ ആരാധന നടത്തി കൈവശം വെച്ച് പോരുന്ന ഒരു പ്രോപ്പർട്ടി, ഒരു ആരാധനാലയം, അത് കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിയെടുക്കുന്നതിലെ അധാർമികതയും അസാൻമാർഗികതയും ബോധ്യമാകാത്ത വണ്ണം മോദി സർക്കാർ അധപ്പതിച്ചു പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ. ആരാധനാലയങ്ങൾക്കുമേൽ ഇതേപോലെയുള്ള അവകാശവാദങ്ങൾ എല്ലാ വിഭാഗവും ഉയർത്താൻ സാധ്യതയുള്ളതുകൊണ്ടാണ് 1991 ഒരു ആരാധനാലയ സംരക്ഷണ നിയമം കൊണ്ടുവരാൻ കാരണമായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1947 ഉണ്ടായിരുന്ന അവസ്ഥകൾ, സ്റ്റാറ്റസ് കോ, അതേപോലെ നിലനിർത്തുക എന്നതായിരുന്നു ആ നിയമത്തിലെ പ്രധാനപ്പെട്ട വശം. അതിനെ ഘടകവിരുദ്ധമായിട്ടാണ് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ ഗ്യാൻവാപി മസ്ജിദിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളത്. ഒരു രാജ്യത്ത് നീതി നിഷേധം നടത്താൻ നീതിപീഠം തന്നെ ഉപയോഗിക്കപ്പെടുന്ന വളരെ വൈരുദ്ധ്യാത്മകമായ ഒരു സമീപനമാണ് ഇന്ത്യൻ സർക്കാർ ഈ കാര്യത്തിൽ തുടർന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനവിഭാഗത്തെ എത്രമാത്രം അടിച്ചമർത്താൻ കഴിയുമെന്നും അവരുടെ സ്വാതന്ത്ര്യങ്ങളെ എങ്ങനെ ഹനിക്കാൻ കഴിയുമെന്നും അവരുടെ വിസിബിലിറ്റി എങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുമെന്നും അവരുടെ ചിഹ്നങ്ങളെയും അവരുടെ അടയാളങ്ങളെയും എങ്ങനെയെല്ലാം തകർത്ത് കളയാമെന്നും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മോദി സർക്കാർ എന്ന് തോന്നുന്ന തരത്തിലാണ് അവരുടെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരാഗ്രഹിക്കുന്നത് ഇതുവഴി മുസ്ലിം സമൂഹത്തെ പ്രകോപിപ്പിക്കുകയും അതുവഴി അവർ തെരുവിലിറങ്ങുകയും സമരോത്സുകമായി മുന്നോട്ട് വരികയും ചെയ്താൽ അതാണ് അവർക്ക് ഏറ്റവും വലിയ ഉപകാരമായി മാറുക, അതാണ് അവർക്ക് ഏറ്റവും വലിയ ആവശ്യമായി ഉള്ളത്. ഈ അവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം പോകാതിരിക്കുവാനുള്ള ഒരു ജാഗ്രത ഈ പള്ളികളും ഈ ആരാധനാലയങ്ങളുമൊന്നും അവരുടെ വോട്ട് ബാങ്കിനുള്ള ഉപകരണങ്ങളാക്കി മാറ്റാതിരിക്കുവാനുള്ള ഒരു നടപടികളുമായിട്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹം മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ സാഹചര്യം എത്രമാത്രം രൂക്ഷമാണ് എന്ന് നാം മനസ്സിലാക്കുകയും ഇന്ത്യയിലെ ഇസ്ലാമിക നേതൃത്വം മുഴുവൻ ഒരുമിച്ചിരുന്നു കൊണ്ട് തുടർന്നുള്ള നടപടികളെക്കുറിച്ച് വളരെ കൃത്യമായ പദ്ധതികളും പരിപാടികളും ആസൂത്രണം ചെയ്യുകയും അത് താഴെ തട്ടിലേക്ക് നൽകുകയും അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ മുസ്ലിം മതപണ്ഡിതന്മാരുടെ, നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഇനി കാത്തിരിക്കുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. എല്ലാ ആരാധനാലയങ്ങളും കൈവിട്ടു പോയതിന് ശേഷം, എല്ലാ ചിഹ്നങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഇരകളായി മാറുന്നു എന്നിങ്ങനെ വെറുതെ ഇരവാദം മുഴക്കാൻ മാത്രം വിധിക്കപ്പെട്ടവരായി ഒരു സമൂഹം മാറാൻ പാടില്ല. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ
പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട്, പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് അതിൽ മാത്രം സമൂഹത്തെ തളച്ചിടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ഈ സമുദായത്തിനകത്ത് തന്നെ ഉണ്ട് എന്നതൊരു വിരോധാഭാസമാണ്. അതൊരു ദുരപദിഷ്ടമായ കാര്യമാണ്. അതിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്നു, നമ്മുടെ സ്വത്വം ഇല്ലാതാക്കാൻ പോകുന്നു, നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുത്താൻ പോകുന്നു. ഇത്തരമൊരു സാഹചര്യത്തെ എങ്ങനെ നേരിടാൻ കഴിയും? നമ്മുടെ രാജ്യത്ത് ഭരണഘടനയും അതേപോലെ തന്നെ നിയമവാഴ്ചയും നിലനിൽക്കുന്ന കാലത്തോളം അവയെ ഫലപ്രദമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്ന ഇത്തരം സംഗതികളെ തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമങ്ങൾ നാം നടത്തിയിട്ടില്ലെങ്കിൽ അത് ആളുകൾക്കിടയിൽ വലിയ മനസ്സംഘർഷങ്ങൾക്ക് കാരണമാവുകയും അത് പിന്നീട് സംഘർഷങ്ങളായി വളരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാകും. അത് ഒരു വിഭാഗത്തിനും ഗുണകരമായ അവസ്ഥയല്ല, നമ്മുടെ രാജ്യത്തിന് തന്നെ അത് ദോഷകരമായ അവസ്ഥയാണ്. അതിലൂടെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്രദമാവുകയും അവരുടെ അജണ്ടകൾ വളരെ വേഗത്തിൽ നടപ്പിലാക്കാൻ സാധ്യമാവുകയും ചെയ്യുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് സാഹചര്യത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംഗതികളിലൊക്കെ ഒരു ശരിയായ, ഒരു സമതുലിതമായ, ഒരു സർവാംഗീകൃതമായ ഒരു നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ മുസ്ലിം നേതൃത്വത്തിന് സാധ്യമാകേണ്ടതുണ്ട്. നമുക്ക് പലതരത്തിലുള്ള മുൻകാല മാതൃകകളുണ്ട്. ഹുദൈബിയ സന്ധിയുടെയും അതേപോലെയുള്ള പല കരാറുകളുടെയും ഒക്കെ പിൻബലത്തിൽ സാഹചര്യത്തിൻ്റെ തേട്ടമനുസരിച്ച് ഏത് തരം നിലപാടാണ് ഇതിലെല്ലാം സ്വീകരിക്കാൻ നല്ലത്? എതിരാളികളുടെ കയ്യിൽ വടി കൊടുക്കുന്ന തരത്തിൽ, എതിരാളികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ മാറ്റി നിർത്തുകയും ചിന്താപരമായി അതേപോലെ തന്നെ വളരെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ വിലയിരുത്തി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ രാജ്യം വളരെ പെട്ടെന്ന് തന്നെ ആഭ്യന്തര കലാപത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു കാരണവശാലും അതിനുള്ള ഇടം കൊടുക്കാൻ പാടില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.